ഫോർത്ത് ചാപ്റ്റർ ഗ്രാവിറ്റേഷൻ. അപ്പൊ ആദ്യം തന്നെ അതാ ഒരു ചിത്രം തന്നിട്ടുണ്ട്. എന്താ ഉദ്ദേശിക്കുന്നവര് എന്തെങ്കിലും ഐഡിയ കിട്ടിയോ? വായിച്ചു നോക്കണ്ട, ചിത്രം കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ ഐഡിയ കിട്ടുന്ന? അതെന്താ ഒരു ഉദ്ദേശിച്ചേ? ആ വട്ടം എന്താ? ആ സ്പിയർ എന്താണ്? എർത്ത് അല്ലെ? എർത്താണ് ഒരു ഉദ്ദേശം. ആ സ്പിയർ കൊണ്ട് വലുപ്പം നോക്കണ്ട. അപ്പോ നമ്മളില്ലേ, നമുക്കറിയാലോ, നിങ്ങള് ജോഗ്രഫിയിലൊക്കെ പഠിച്ചിട്ട് നമ്മളിപ്പോ ഇന്ത്യയിലാണ്. ഇവിടെ ഇന്ത്യന്റെ ഓൾമോസ്റ്റ് ഓപ്പോസിറ്റ് സൈഡിലാണ് എന്തുണ്ടാവുക? US, അമേരിക്ക ഉള്ളത്. ഓക്കെ, അതിന്റെ ഈ ഭാഗത്തൊക്കെ ആയിട്ടാണ് യൂറോപ്യൻ കൺട്രീസ് ഒക്കെ ഉണ്ട്. അപ്പോ ശരിക്കും നമ്മൾ സ്പിയറിന്റെ മുകളില് ഒരു ബോളിന്റെ പുറത്ത് കുറച്ച് ഉറുമ്പുകൾ നടക്കുന്ന പോലെയാണ് നമ്മൾ ലോകത്തിലെ എർത്തിന്റെ മുകളിലുള്ളത് അല്ലെ? ഒരു ബോളിന്റെ പുറത്ത് നമ്മളിങ്ങനെ കുറെ ഉറുമ്പുകൾ നടക്കുന്ന പോലെയാണ് എന്ത് എർത്തിന്റെ പുറത്ത് നമ്മൾ നിൽക്കുന്നത്, നമ്മളും ഈ ഓഷനൊക്കെ. പല കുട്ടികൾക്കും, ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഉണ്ടാകുന്ന ഒരു സംശയമാണ്, എന്തുകൊണ്ട് ഇയാൾ എന്ത് താഴോട്ടോട്ട് വീണു പോകുന്നില്ല, ഇയാൾ എന്തുകൊണ്ട് താഴത്തോട്ട് വീണു പോകുന്നില്ല, എവിടെ തല കുത്തനല്ല നിൽക്കുന്നത്, ഇയാൾ എന്തുകൊണ്ടാണ് താഴത്തേക്ക് വീണു പോകാത്തത്? ഈ ചോദ്യം ഒരുപാട് പേരെ മനസ്സിലെ ഡൗട്ടാണ്. ഇപ്പോൾ നിങ്ങളല്ല, ചിലപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയി ഉണ്ടാവും, എന്നാലും ചെറിയ കുട്ടികൾക്ക് അല്ലെങ്കിൽ വളരെ മുതിർന്ന ആൾക്കാർക്ക് വരെയുള്ള ഒരുപാട് പേര് ഇങ്ങനെ വിശ്വസിക്കുന്നുണ്ട്, മനുഷ്യന്മാർ ഇങ്ങനെ വീണു പോലെ. അപ്പൊ ഭൂമിന്റെ ഷേപ്പ് ഇതുപോലെ സ്പിയർ അല്ല, ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു സാധനമാണെന്നുള്ള, ഫ്ലാറ്റ് ആയിട്ടാണ് ഭൂമി ഉള്ളത് എന്നാണ് എന്തെന്ന് കുറെ പേര്, ലോകത്ത് ഒരുപാട് പേര് ഇങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. ഫ്ലാറ്റ് എർത്ത് ആണെന്നാണ് കുറെ പേര് വിശ്വസിക്കുന്നത്. ഓക്കെ, അപ്പൊ ഒരു പറയുന്ന പ്രധാന ഒരു വാദത. പക്ഷെ അങ്ങനെ ഒന്നല്ല. അപ്പൊ അതൊന്നും നമ്മൾ ക്ലിയർ ആണ്, നമ്മളിങ്ങനെ വീണ് പോകുന്നില്ല അല്ലെ? അങ്ങനെ വീണ് പോകുന്നില്ല. അതിനർത്ഥം എന്താ നിങ്ങൾക്കറിയാം? ഭൂമി എന്ത് ചെയ്യുന്നുണ്ട്? ഭൂമിന്റെ ഒരു സ്പിയർ, ഒരു ബോളിന്റെ സെന്റർ, സർക്കിളിന്റെ സെന്റർ പോലെ ഇതൊരു സ്പിയർ ആണ് അല്ലെ? സ്പിയർ എന്ന് പറഞ്ഞാൽ ഷേപ്പ് സർക്കിൾ അല്ല, സർക്കിളിന്റെ 3D അല്ലെ? എന്താണ്? ഒരു ബോളിന്റെ ഷേപ്പ്. ഓക്കെ, അതായത് എന്ത് ചെയ്യുന്നുണ്ട്? ടുവേർഡ് സെന്ററിലെ, ഭൂമിയുടെ സെന്ററിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഇവരൊക്കെ ഭൂമി എന്ത് ചെയ്യുന്നുണ്ട്? പിടിച്ച് അട്രാക്ട് ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പോ നമുക്കറിയാം, ഓൾറെഡി നിങ്ങൾക്ക് അറിയാം അല്ലെ? ഭൂമിന്റെ സെന്ററിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഭൂമി അവിടെയുള്ള ഒബ്ജക്ട്സിനെ അല്ലെ, അതിന്റെ സർഫസിലുള്ള ഒബ്ജക്ട്സിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ടുവേർഡ്സ് സെന്റർ എന്ത് ചെയ്യുന്നുണ്ട്? അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഇനി മറ്റൊരു എക്സാമ്പിൾ, ഇവിടുന്ന് ഒരാൾ ഈ സ്ത്രീ എന്ത് ചെയ്തു? ഒരു ബോർഡ് മുകളിലോട്ട് ഇറങ്ങി. മുകളിലോട്ട് എന്ന് പറഞ്ഞത് അങ്ങനെ ഇങ്ങോട്ടല്ലേ, എങ്ങനെ മുകളിലോട്ട് ബോൾ ഇറങ്ങി. ഓക്കെ, അപ്പൊ കുറെ ആൾക്ക് തോന്നും ബോൾ ഇങ്ങനെ പോയി പോകില്ലേന്ന്. ഇല്ല, അതും പോകുന്നില്ല. എന്ത് ചെയ്യുന്നുണ്ട്? ഭൂമി എന്ത് ചെയ്യുന്നുണ്ട്? ഈ ബോളിനെ എന്ത് ചെയ്യുന്നുണ്ട്? ടുവേർഡ്സ് സെന്റർ എന്ത് ചെയ്യുന്നുണ്ട്? അട്രാക്ട് ചെയ്യുന്നുണ്ട് അല്ലെ? എന്റെ ഡൗട്ട് ഉണ്ടെ ചോദിച്ചോളൂ കേട്ടോ. അപ്പൊ ഇതൊക്കെ ക്ലിയർ ആണ് അല്ലെ? ഭൂമി എന്ത് ചെയ്യുന്നുണ്ട്? ടുവേർഡ്സ് ഇറ്റ് സെന്റർ അതിന്റെ ചുറ്റുള്ള ഒബ്ജക്ട്സിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിനെ വിളിക്കുന്ന പേരാണ് ഗ്രാവിറ്റേഷൻ എന്നൊക്കെയാണ് നിങ്ങളെ മനസ്സിൽ. ചെറിയ കുട്ടികൾക്ക്, കുറെ കുട്ടികൾക്ക് ഇത് അറിയാം, നിങ്ങൾ കഴിഞ്ഞ 8ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചതാണ്. ഓക്കെ, അപ്പൊ ദ എർത്ത് അട്രാക്ട്സ് ഓൾ ഒബ്ജക്ട്സ് ടുവേർഡ്സ് സെന്റർ. നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ 8ാം ക്ലാസ് പഠിച്ച ആൾക്കാരാണ് അല്ലെ? പഠിച്ചല്ലേ? അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അതിന് മുമ്പുള്ള ഒരുപാട് പേർക്ക് അറിയാം അല്ലെ? ഈ ഫോഴ്സിന് എന്താ വിളിക്കുക? ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി അല്ലെങ്കിൽ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്ന് വിളിക്കുക കേട്ടോ. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്നും വിളിക്കുക, എന്ത് പേര് വേണേലും വിളിക്കുക. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്നോ അല്ലെങ്കിൽ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി എന്നോ വിളിക്കുക, ഏതായാലും കുഴപ്പമില്ല കേട്ടോ. ഓക്കെ ആണോ? ആ പോയിന്റ് ക്ലിയർ ആയോ? ഇപ്പം പറഞ്ഞ പോയിന്റ് ക്ലിയർ ആയോ? സിമ്പിൾ ആണല്ലേ? നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഒരു കാര്യം ചോദിക്കട്ടെ, ആരാണ് ആദ്യമായിട്ട് ഈ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കണ്ടുപിടിച്ചത്? അത് നിങ്ങൾ 8ാം ക്ലാസ് പഠിച്ച ഐസക് ന്യൂട്ടൻ. സർ ഐസക് ന്യൂട്ടൻ അല്ലെ? നിങ്ങൾക്കറിയാം ന്യൂട്ടൻ. നിങ്ങൾ തൊട്ട് മുമ്പ് ചാപ്റ്ററിൽ പഠിച്ച ന്യൂട്ടൻ ലോ ഓഫ് മോഷനിൽ പഠിച്ച ന്യൂട്ടൻ തന്നെയാണ് എന്ത് ഗ്രാവിറ്റേഷനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ആദ്യമായിട്ട് ഇത് കണ്ടെത്തിയെന്നല്ല, അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ആദ്യമായിട്ട് പഠിച്ചത് ന്യൂട്ടൺ ആണ്. ഓക്കെ, അപ്പൊ ന്യൂട്ടൺ എങ്ങനെ ആ കഥ അറിയാം? നിങ്ങൾക്ക് അറിയുന്ന കഥ ആണ്, എന്നാലും ഞാൻ പറയാം. എന്താ കഥ? നിങ്ങൾക്ക് അറിയാം, കുറെ പേർക്ക് അറിയാം. കഥ എന്താണ്? ഐസക് ന്യൂട്ടൻ എങ്ങനെ പഠിച്ചെന്നുള്ള കഥ വളരെ ഫേമസ് ആണ്. എങ്ങനെയാ? ഒരു രസകരമായ തലയില് തേങ്ങ വീണ്, തലയിൽ എന്താ വീണ്? ആപ്പിള് വീണ്. അപ്പൊ ഐസക് ന്യൂട്ടൻ എന്ന് പറഞ്ഞാല്
ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ട ആളല്ല, അദ്ദേഹം മാത്തമാറ്റീഷ്യൻ ആയിരുന്നു. മാത്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുമ്പോൾ അദ്ദേഹം എന്താണ് ഒരു ടീച്ചറും ആയിരുന്നു. അപ്പൊ അദ്ദേഹം എന്തോ ആലോചിച്ച് എന്തോ കണ്ടുപിടുത്തതിനെ പറ്റി ആലോചിച്ച് ഒരു പാർക്കിൽ ഇരിക്കുകയായിരുന്നു. കോളേജിന്റെ അടുത്തുള്ള പാർക്കിൽ ഇരിക്കുമ്പോ ഒരു ആപ്പിൾ മരത്തിന്റെ അടിയിൽ എന്ത് ചെയ്തു, റെസ്റ്റ് ചെയ്തു. ഐസക് ന്യൂട്ടൺ ആട്ടോ, ഇതാണ് ന്യൂട്ടൺ, ന്യൂട്ടൺ ആണ് എഴുതി വെച്ചു, ന്യൂട്ടൺ. ഓക്കെ, ന്യൂട്ടൺ അവിടെ എന്തോ ആലോചിച്ചു. അപ്പൊ അവിചാരിതമായി എന്ത് ചെയ്ത് തലയിലേക്ക് ഒരു ആപ്പിൾ വന്ന് വീണ്, അല്ലെ? ആപ്പിള് ന്യൂട്ടന്റെ തലയിലേക്ക് വന്നു. ഓക്കെ, അപ്പൊ കുറെ പേര് തമാശയൊക്കെ ഉണ്ട്. ഒരുപാട് കാലം പണ്ട് SMS കാലത്ത് മുതലുള്ള തമാശയാണ് എന്ത്, ആ ആപ്പിള് എടുത്ത് തിന്നണമെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, എന്തിനാ ആലോചിക്കാൻ പോയത്, അല്ലെങ്കിൽ ആപ്പിളിന് പകരം തേങ്ങ വീണണെങ്കിൽ അയാൾ ചത്തുപോയാൽ പിന്നെ ഇതൊന്നും നമ്മൾ പഠിക്കണ്ടല്ലോ എന്നുള്ള തമാശയൊക്കെ പണ്ട് മുതലേ കുട്ടികൾ ചോദിക്കാറുണ്ട്. അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹം എന്ത് ആലോചിച്ച് എന്തുകൊണ്ട് അല്ലെ ഈ ആപ്പിളിന്, ഈ ആപ്പിള് ഇത് ആപ്പിളാണ്, ആപ്പിള് കളർ റെഡാണ് അല്ലെ, ആപ്പിള് ഇതാ ആപ്പിള് എന്താണ് ആപ്പിൾ ആപ്പിള് ആപ്പിളില് 3 സാധ്യതകൾ ഉണ്ടായിരുന്നു. ഒന്നാമത്തെ സാധ്യത എന്താ, ആപ്പിള് അല്ലെ ഇവിടെ ഉള്ള ഈ മരമായിട്ടുള്ള ബന്ധം എന്താ, ഈ മരമായിട്ടുള്ള ബന്ധം പൊട്ടിപ്പോയപ്പോ ആപ്പിളിന് വേണമെങ്കിൽ എന്ത് ചെയ്യാ, അവിടെ തന്നെ ഇങ്ങനെ നിക്കാം അല്ലെ, വികാതെ അവിടെ തന്നെ നിക്കാം. ആ ഞെട്ട് എന്ന് പറയുന്ന സാധനല്ലേ, മരമായിട്ടുള്ള കണക്ഷൻ, അത് പൊട്ടിപ്പോയാലും വേണമെങ്കിൽ ആപ്പിൾ അവിടെ വരെ നിക്കാം. അല്ലെങ്കിൽ ആപ്പിൾ എന്ത് ചെയ്യാ, മുകളിലോട്ട് അല്ലെ ആകാശത്തേക്ക് പോവാ, രണ്ടാമത്തെ ഓപ്ഷൻ. മൂന്നാമത്തെ ഓപ്ഷൻ ഏതാ, താഴത്തേക്ക് വരാം അല്ലെ, മൂന്നാമത്തെ ഓപ്ഷൻ താഴത്തേക്ക് വരാം. അപ്പൊ ന്യൂട്ടൺ ആലോചിച്ച എന്താ അറിയോ, എന്തുകൊണ്ട് ആപ്പിൾ മുകളിലോട്ട് പോയില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് ആപ്പിള് അവിടെ തന്നെ നിന്നില്ല. അപ്പൊ 1, 2 നടന്നില്ല, എന്താ നടന്നേ, 3 നടന്നേ അല്ലെ, താഴത്തേക്ക് വന്നു. അപ്പൊ അതിന് അങ്ങനെ കൺക്ലൂഷൻ എത്തിയാണ് ന്യൂട്ടൺ എന്ത് പറഞ്ഞത്, all objects the earth attracts the earth attracts all objects towards its center. ആ ഫോഴ്സിനെ അല്ലെ, ഒരു ബലം ഉപയോഗിക്കുന്നല്ലോ, ആ ബലത്തിനെ വിളിക്കുന്ന പേരാണ് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ഓർ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഓക്കെ, അപ്പൊ ഇത് ഒരുപാട് സ്ഥലങ്ങളിൽ നിങ്ങൾ അറിഞ്ഞോ അറിയാതെ വരുന്നുണ്ട്. ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അടുത്ത നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഡീറ്റെയിൽ ആയിട്ട് എന്താ പഠിക്കാനുള്ളത് എന്ന് പറഞ്ഞാല് നമുക്ക് നോക്കാം. എന്താ അവിടെ ഇതാ ഈ ഡൗട്ട് നോക്കൂ. If all the raindrops from the sky went upwards, would we get water? ഇങ്ങനെ ആരെങ്കിലും ആലോചിച്ച് നോക്കിനോ? ആലോചിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും അല്ലെ. മഴ പെയ്യുമ്പോ അല്ലെ, നമുക്ക് വെള്ളം എന്തായാലും വേണം. എവിടുന്ന വെള്ളം വരുന്ന മഴയെന്ന് തന്നെ അല്ലെ, അതാണ് നിലനിർത്തി കൊണ്ടുപോകുന്നത്. ഈ വെള്ളത്തുള്ളികൾ മുകളിലോട്ട് പോയാൽ എന്താ സംഭവിക്കുക, ഭൂമിയിൽ വെള്ളെത്തുവോ? ഇല്ല, ഭൂമിയിൽ വെള്ളെത്തൂല അല്ലെ. അതിന് തന്നെ കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. അപ്പൊ അതൊക്കെ ഇങ്ങനെ നമുക്ക് ഡെയിലി ലൈഫിൽ അല്ലെ, അപ്പൊ നമ്മളെ ലൈഫിന് വളരെ ഇമ്പോർട്ടന്റ് ആയ ഭാഗമാണ് എന്ത്, ഗ്രാവിറ്റേഷൻ. മഴ മാത്രല്ല, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചുറ്റും കാണുന്ന ഒരുപാട് കാര്യങ്ങളെ പിന്നിൽ എന്തുണ്ട്, ഈ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി, ഈ ഭൂമി സെന്ററിലേക്ക് പിടിച്ചു വലിക്കുന്നതിന് പങ്കുണ്ട്. നമ്മളെ നല്ലതിനും ചീത്തതിനും ഒരുപാട് നല്ലതുണ്ട്, ഒരുപാട് ചീത്തയുണ്ട്. അത് നമുക്ക് ഏതാ ഡിസ്കസ് ചെയ്യും. നമ്മളെ ഉപകാരത്തിനുണ്ട്, ഉപദ്രവമായിട്ടുള്ള ചില കണ്ടീഷൻസ് ചില സംഭവങ്ങളും ഉണ്ട്. ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ ഇനി ഐസക് ന്യൂട്ടൺ, ഇപ്പൊ നിങ്ങൾക്ക് അല്ലെ, നിങ്ങൾക്ക് ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ വരല്, ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങളെ മനസ്സിലേക്ക് എന്താ വരല്, എർത്ത് അല്ലെ, ഒരു എർത്ത്. നിങ്ങൾ ഗ്രാവിറ്റേഷൻ എന്നുള്ള വാക്ക് കേട്ടത് വരെ നിങ്ങൾ എന്താ മനസ്സിലാക്കുക, എർത്ത് അതിന്റെ സെന്ററിലേക്ക് ഒബ്ജക്റ്റിനെ പിടിച്ച് വലിക്കുന്ന അല്ലെ. വേറെ എന്താ മനസ്സിലേക്ക് വന്നോ, എർത്ത് അല്ലാതെ വേറെ എന്താ മനസ്സിലേക്ക് വന്നോ, ഒന്നണോ? ചിലപ്പോ ഐസക് ന്യൂട്ടന്റെ ആപ്പിള് എന്തൊക്കെ പറഞ്ഞാലും ഗ്രാവിറ്റേഷൻ എന്താന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും എർത്ത് അതിന്റെ സെന്ററിലേക്ക് പിടിച്ചു വെക്കുന്ന നിങ്ങൾ ഉത്തരം പറയുള്ളൂ, വേറെ ഒന്നും പറയില്ലല്ലോ. പറയോ? അല്ലെ, കാരണം നിങ്ങൾ മനസ്സിലാക്കി എന്താണ്, എർത്ത് അതിന്റെ സെന്ററിലേക്ക് വലിക്കുന്നതാണ് ഗ്രാവിറ്റേഷൻ അല്ലെ. അപ്പൊ ആ ധാരണ എന്ത് ചെയ്യാം, തെറ്റാന്നല്ല, അത് മാത്രല്ല ഗ്രാവിറ്റേഷൻ ആദ്യം മനസ്സിലാക്കുക. അതായത് നിങ്ങളെ ധാരണ തിരുത്തുക. എർത്ത് അതിന്റെ സെന്ററിലേക്ക് പിടിച്ചു വലിക്കുന്നത് ഗ്രാവിറ്റേഷൻ ആണ്. ഓക്കെ, അത് മാത്രമല്ല ഗ്രാവിറ്റേഷൻ. ഓക്കെ, അതാണ് ആദ്യം പഠിക്കേണ്ടത്.
ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എർത്ത് ഇങ്ങനെ സെന്ററിലേക്ക് പിടിച്ചു വലിക്കുന്നത് മാത്രമല്ല ഗ്രാവിറ്റേഷൻ. ഓക്കെ, ഇത് മാത്രമല്ല ഗ്രാവിറ്റേഷൻ, ഇത് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആണ്. ഓക്കെ, ഇതല്ലാതെ വളരെ വൈഡ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് ഗ്രാവിറ്റേഷൻ. അത് കണ്ടെത്തിയതും ന്യൂട്ടൺ ആണ്. അപ്പോ ഓർക്കുക, ഐസക് ന്യൂട്ടന്റെ ഇമ്പോർട്ടൻസ് ഇവിടെ വരുന്നത്. ന്യൂട്ടൺ പറഞ്ഞ ലോ ഉണ്ട്, യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. നമ്മളിപ്പോ എർത്തിന്റെ മാത്രല്ല പറഞ്ഞ, ഗ്രാവിറ്റേഷൻ ഓഫ് എർത്ത് മാത്രമാണ് പറഞ്ഞത്. ഇയാൾ എന്ത് പറഞ്ഞു, നമ്മളെ യൂണിവേഴ്സ് ഒന്നായിട്ട് എടുത്ത്, യൂണിവേഴ്സ് പ്രപഞ്ചം, എർത്ത്, മൈക്ക് മ്യൂട്ട് ചെയ്യണേ, എർത്ത്, സണ്ണ് അല്ലെ, നമ്മൾ നിൽക്കുന്ന എർത്തിലാണ്. മൈക്ക് മ്യൂട്ട് ചെയ്യണേ. അതിൽ അപ്പൊ നമ്മൾ നിൽക്കുന്ന എർത്തിലാണ്. അപ്പൊ നമുക്ക് എർത്തിന്റെ ഗ്രാവിറ്റേഷൻ മാത്രമേ നമുക്ക് ആദ്യം ന്യൂട്ടൺ പഠിച്ചുള്ളൂ. പിന്നെ ന്യൂട്ടൺ എന്ത് പഠിച്ചു, യൂണിവേഴ്സ് ഒന്നായിട്ട്, അത് പ്രപഞ്ചം. പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ എന്താ, എന്തും മീൻസ് നമുക്ക് കാണാം, ഈ ചുറ്റും കാണുന്ന എന്തും പ്രപഞ്ചത്തിന്റെ ഭാഗം അല്ലെ, യൂണിവേഴ്സിന്റെ ഭാഗം. നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ, എർത്ത്, മൂണ്, സാറ്റേൺ, നെപ്റ്റ്യൂണ്, ഇനി അതിന്റെ പുറത്തുള്ള വേറെയും കുറെ സ്റ്റാറുകൾ അല്ലെ, കോടിക്കണക്കിന് സ്റ്റാറുകൾ ആകാശത്തുണ്ട്. അതൊക്കെ എന്താണ് യൂണിവേഴ്സ്. അതായത് എന്തും, ലോകത്തുള്ള എന്തും എന്താണ് യൂണിവേഴ്സിന്റെ ഭാഗമായിട്ട് വരും. ഓക്കെ, അവിടെ ഒന്നായിട്ടുള്ള ഗ്രാവിറ്റേഷൻ ആണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ ആണോ? അപ്പൊ യൂണിവേഴ്സ് ഒന്നായിട്ടുള്ള ഗ്രാവിറ്റേഷൻ ലോ ആണ് നമ്മൾ ഇനി അടുത്ത് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ന്യൂട്ടൺ കണ്ടെത്തിയ എന്താ അറിയും, വളരെ രസകരമായ കണ്ടെത്തലാണ്. പ്രപഞ്ചത്തിലെ ഏത് രണ്ട് വസ്തുക്കളും, ഉദാഹരണത്തിന് M1, ഇതാ ഈ ഒബ്ജക്റ്റ്, ഇതാണ് ഒബ്ജക്റ്റ് 1, ഇത് ഒബ്ജക്റ്റ് 2 അല്ലേ, ആണല്ലോ. ഒബ്ജക്റ്റ് 1 ഞാനായിക്കോട്ടെ, ഒബ്ജക്റ്റ് 2 ആയിക്കോട്ടെ, ആദിൽ സിനാൻ ആയിക്കോട്ടെ, ആദിൽ സിനാൻ അല്ല, എന്താണ്, അബ്ദുള്ള സിനാൻ ആയിക്കോട്ടെ. അതായത് ആർക്കും ആവാം. അപ്പൊ ഒബ്ജക്റ്റ് 1 ഞാന്, ഒബ്ജക്റ്റ് 2 അബ്ദുള്ള സിനാൻ. ഓക്കെ, അതിന് പകരം ഒരു ആനയും ഉറുമ്പിനും വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു പൂവും ഒരു മരവും ആലോചിക്കുക, അല്ലെങ്കിൽ ഞാനും സൂര്യനും, അല്ലെങ്കിൽ നിങ്ങളും മറ്റേ സാറ്റേൺ, അല്ലെ നിങ്ങളും നെപ്റ്റ്യൂണും, നിങ്ങളും യുറാനസും, എന്തെടുക്കാം, അതിന്റെ പുറത്തുള്ള നിങ്ങളും ദൂരെ ഏതോ കാണുന്ന സ്റ്റാറും. അതായത് ഏത് രണ്ട് ഒബ്ജക്റ്റ് നമ്മൾ എടുത്താല് ന്യൂട്ടൺ പറഞ്ഞ എന്താ അറിയോ, അവര് തമ്മിൽ എന്തുണ്ട്, ഒരു മ്യൂച്വൽ അട്രാക്ഷൻ ഉണ്ട്. മ്യൂച്വൽ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ പരസ്പരമുള്ള അട്രാക്ഷൻ. ഇപ്പൊ ന്യൂട്ടൺ ഇത്രയാണ് പറഞ്ഞത്, യൂണിവേഴ്സിലുള്ള, അതായത് നമ്മളെ പ്രപഞ്ചത്തിലുള്ള ഏത് രണ്ട് വസ്തുക്കളും തമ്മിൽ എന്ത് ചെയ്യും, അട്രാക്ട് ചെയ്യും. അതായത് ഈ M1 ആരും ആയിക്കോട്ടെ, M1 എന്ന് പറഞ്ഞാൽ അയാളെ മാസ്. അപ്പൊ ഈ ഒന്നാമത്തെ ഒബ്ജക്റ്റും രണ്ടാമത്തെ ഒബ്ജക്റ്റും എന്തും ആരും എങ്ങനെ ആയിക്കോട്ടെ, അതായത് ഞാനും അമേരിക്കയിലെ പ്രസിഡന്റ്, ഇപ്പോഴത്തെ പ്രസിഡന്റ് ട്രംപും, ഓക്കെ, ഞാൻ ഇവിടെ ഇരിക്കുന്ന ട്രംപ് അവിടെ ആണുള്ളത്. പക്ഷെ എന്തുണ്ട്, ന്യൂട്ടൺ പറഞ്ഞ എന്താ, ഞാൻ ട്രംപിനെ എന്റെ അടുത്തേക്ക് പിടിച്ചു വലിക്കുന്നത്, ട്രംപ് ഇനി അങ്ങോട്ട് പിടിച്ചു വലിക്കുന്നത്. ചിലർക്ക് ഇപ്പൊ ഒരു ഇത് തോന്നും അങ്ങനെ എങ്ങനെയാണെന്ന്. അപ്പൊ 3ാം ക്ലാസ്സുള്ള ഫർഹാൻ ഇസ്മായിൽ വി ഉണ്ട് അല്ലെ, ഫർഹാൻ ഇസ്മായിൽ വിയും ഫഹീമും ഉണ്ട്. ഫർഹാൻ എവിടെ വീട്ടിലായിരിക്കുന്ന, ഫഹീമിന്റെ വീട്ടിലല്ല. പക്ഷെ ന്യൂട്ടൺ പറഞ്ഞ എന്താ, ഫർഹാന് ഫഹീമിനെ പിടിച്ച് വലിക്കുന്നുണ്ട്, അതുപോലെ ഫഹീം തിരിച്ച് ഫർഹാനെ പിടിച്ചു വലിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങളെ ഉപ്പയും ഇപ്പൊ ജോലി സ്ഥലത്തായിരിക്കും അല്ലെ, നിങ്ങളെ വീട്ടിലും അല്ലെ, ഒരുപാട് വ്യത്യാസമില്ലേ, ദൂരല്ലേ. പക്ഷെ എന്താ, ദൂരം എവിടെ ആയാലും കുഴപ്പമില്ല. എന്തായിരിക്കും, നിങ്ങളെ ഉപ്പനെ പിടിച്ചിങ്ങോട്ട് വലിക്കുന്നുണ്ട്, നിങ്ങളെ ഉപ്പ എന്ത് ചെയ്യുന്നു, നിങ്ങളെയും പിടിച്ച് അങ്ങോട്ട് വലിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളും പിന്നെ നിങ്ങളും സണ്ണും നിങ്ങൾ ഇവിടെയാണ്, സണ്ണ് എവിടോ ആണല്ലേ, എത്രയോ ദൂരാണ്. പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്, ന്യൂട്ടൺ പറഞ്ഞ എന്താ, നിങ്ങള് സണ്ണിനെ സണ്ണിന് നിങ്ങളെ അടുത്തേക്ക് വലിക്കുന്നുണ്ട്, അതുപോലെ സണ്ണ് നിങ്ങളെ അങ്ങോട്ടും വലിക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് ന്യൂട്ടൺ പറഞ്ഞത്, all bodies in the universe attract each other. മനസ്സിലുറപ്പിച്ചോ, കൺഫ്യൂഷൻ ഉണ്ടാകരുത്. ഇത് ഈ ഏറ്റവും സാധനം പഠിച്ചാൽ ഈ ചാപ്റ്റർ നിങ്ങൾ 30-40% പഠിച്ചു. അപ്പൊ പ്രപഞ്ചത്തിലെ ഏത് രണ്ട് വസ്തുക്കളും പരസ്പരം എന്ത് ചെയ്യും, അട്രാക്ട് ചെയ്യും. അതിന്റെ വലുപ്പവും ചെറുപ്പവും ഒന്നും നമുക്ക് നോക്കണ്ട. എത്ര വലുതായാലും ചെറുതായാലും കുഴപ്പമില്ല. ഇനി ഒരാള് വലുത് ഒരാള് ചെറുത്, രണ്ടാള് വലുത് രണ്ടാള് ചെറുത്, ഒരു കുഴപ്പമില്ല. അതായത് കണ്ടോ,
ഒരു വസ്തു, ഇത് ഫസ്റ്റ് ഒബ്ജക്റ്റ്, ഇത് സെക്കൻഡ് ഒബ്ജക്റ്റ്. ഒന്നാമത്തെ ആളെ മാസ് m1, രണ്ടാമത്തെ ആളെ മാസ് m2. അവരിടെയുള്ള ദൂരം ഡിസ്റ്റൻസ് d. ഓക്കെ, അതാണ് ഉദ്ദേശിച്ചത്. അപ്പൊ ന്യൂട്ടൺ പറഞ്ഞിട്ട് പിടിച്ചു വലിക്കുന്നുണ്ട്. പോരാത്തതിന് അട്രാക്ട് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അട്രാക്ഷൻ ഒരു ഫോഴ്സ് വേണം അല്ലെ, അട്രാക്ഷൻ ഒരു ഫോഴ്സ് വേണം. അപ്പൊ ന്യൂട്ടൺ പറഞ്ഞ എന്താണ്, ആ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അതായത് അല്ലെ, നിങ്ങൾ സണ്ണിനെ അല്ലെ നിങ്ങളുടെ അടുത്തേക്ക് വലിക്കുന്നുണ്ട്, അതിന്റെ വിളിക്കുന്ന പേരെന്താ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അതുപോലെ സണ്ണ് നിങ്ങൾ അങ്ങോട്ടും വലിക്കുന്നുണ്ട്, അതും എന്താണ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. അപ്പോ ഇങ്ങനെ പരസ്പരം മ്യൂച്വൽ അട്രാക്ഷനെ വിളിക്കുന്ന പേരാണ് ഗ്രാവിറ്റേഷൻ. അതാണ് പറഞ്ഞത്, ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഭൂമി മാത്രമല്ല ലോകം മൊത്തം വരും. അപ്പൊ മ്യൂച്വൽ ആയിട്ട് അട്രാക്ഷൻ ആണ്. ഇയാള് അല്ലെ, ഈ ഫസ്റ്റത്തെ ആള് വലിയ ആള് ചെറിയ ആളെ അങ്ങോട്ട് വലിക്കുന്നുണ്ട്, അത് മാത്രമാണോ? അല്ല, ചെറിയ ആള് വലിയ ആളെയും ഇങ്ങോട്ട് വലിക്കുക. അതായത് നിങ്ങൾ സണ്ണിനെയും വലിക്കുന്നുണ്ട്, സണ്ണ് നിങ്ങളെയും വലിക്കുന്നുണ്ട്. അപ്പൊ ചിലവർക്ക് തോന്നും എന്തുകൊണ്ട് പിന്നെ സണ്ണ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നില്ല, അല്ലെ നിങ്ങൾ സണ്ണിന്റെ അടുത്തേക്ക് പോകുന്നില്ല. അത് നമുക്ക് വഴിയെ മനസ്സിലാക്കാം. ഒരു വടംവലി പോലെ തന്നെയാണ് അല്ലെ, വടംവലി പോലെ തന്നെ. രണ്ട് ടീമും നല്ല ശക്തിയിൽ വലിക്കുകയാണെങ്കിൽ രണ്ടാൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകില്ല അല്ലെ. അപ്പൊ അതുപോലെ നമുക്ക് എന്താന്ന് വൈകാതെ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ പോരാത്തതിന് ന്യൂട്ടൺ പറഞ്ഞിട്ടുണ്ട് ഈ ഫോഴ്സിന്റെ പേരാണ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ്. അപ്പൊ ഈ ഫോഴ്സ് രണ്ട് കാര്യങ്ങളെ പ്രൊപ്പോർഷണൽ ആണ്. ഒന്ന് പ്രൊഡക്റ്റ് ഓഫ് മാസുമായിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. അതായത് ഒന്നാമത്തെ ഒബ്ജക്റ്റിന്റെ മാസും രണ്ടാമത്തെ ഒബ്ജക്റ്റിന്റെ മാസും മൾട്ടിപ്ലൈ ചെയ്തതിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അതായത് m1 into m2 അല്ലെ, ഇത് കൂടുന്തോറും എന്തും കൂടും, ഈ ഫോഴ്സും കൂടും. അതായത് m1 into m2 പ്രൊഡക്റ്റ് ഓഫ് ദെയർ മാസസിന് എന്താണ്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. പോരാത്തതിന് ഇവരിടെയുള്ള ദൂരത്തിനെ വിളിക്കുന്ന പേരാണ് സ്മോൾ ലെറ്റർ d, ഡിസ്റ്റൻസ് ആണ് d. ആ ഡിസ്റ്റൻസിന്റെ സ്ക്വയറുമായി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഡിസ്റ്റൻസ് അല്ല, ഡിസ്റ്റൻസിന്റെ സ്ക്വയറുമായി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതായത് ഇവരിടെയുള്ള ദൂരത്തിന്റെ സ്ക്വയർ കൂടുന്തോറും ഈ ഫോഴ്സ് എന്ത് ചെയ്യും, കുറയും അല്ലെ. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ നമുക്കറിയാം, ഇങ്ങനെ പ്രൊപ്പോർഷണൽ ടു 1/x എഴുതിയാൽ എന്താ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു x നടത്തുക. അതായത് ഈ ഡി സ്ക്വയർ കൂടുന്തോറും, ഡിസ്റ്റൻസിന്റെ സ്ക്വയർ കൂടുന്തോറും ഫോഴ്സ് എന്ത് ചെയ്യും, കുറയും. ഓക്കെ ആണോ? തിരിച്ചും പറയാം, ഈ ഡി സ്ക്വയർ കുറയും തോറും എന്തും കൂടും, ഫോഴ്സ് കൂടും. ഓക്കെ, അപ്പോ നമ്മൾ പഠിച്ച് ന്യൂട്ടന്റെ ലോ എത്രയാണ് പറയുന്നത്, ന്യൂട്ടന്റെ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. ഓൾ ബോഡീസ് ഇൻ ദ യൂണിവേഴ്സ് അട്രാക്ട് ഈച്ച് അതർ. ഏത് രണ്ട് വസ്തുക്കളും, പ്രപഞ്ചത്തിലെ ഏത് രണ്ട് വസ്തുക്കളും പരസ്പരം അട്രാക്ട് ചെയ്യും. പോരാത്തതിന് എന്താ പറഞ്ഞേ, ദിസ് മ്യൂച്വൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ടു ബോഡീസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രൊഡക്റ്റ് ഓഫ് ദെയർ മാസസ്, അഥവാ f പ്രൊപ്പോർഷണൽ ടു m1 into m2 ഉണ്ടാവും. f proportional to m1 into, അതാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദെയർ മാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം അല്ലെ, അവരുടെയുള്ള ഡിസ്റ്റൻസിന്റെ സ്ക്വയറുമായി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതുകൊണ്ടാണ് ഇതാണ്ടോ f പ്രൊപ്പോർഷണൽ ടു 1/d² എന്ന് കൊടുത്തത്. ഓക്കെ ആണോ? അപ്പൊ 1ഉം 2ഉം കൂടി ഞാൻ ഒരുമിച്ച് ചെയ്തു, കമ്പൈൻ ചെയ്തില്ല, LHS ഒന്നല്ലേ. അപ്പൊ f പ്രൊപ്പോർഷണൽ ടു m1 m2/d² എന്ന് എഴുതി. f പ്രൊപ്പോർഷണൽ ടു m1 m2/d² എഴുതുന്നതിൽ കുഴപ്പമൊന്നുമില്ല, ഒരുമിച്ച് എഴുതി. പിന്നീട് നമുക്കറിയാം, നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്, ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ നമ്മൾ എന്താ ചെയ്യാ, ഇതാ ഈ സാധനം മാറ്റി ഈക്വൽ ടു എഴുതണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യാ, നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. എന്താ ചെയ്യാ, പ്രൊപ്പോർഷണാലിറ്റി മാറ്റി ഇക്വേഷൻ ആക്കി ഈക്വൽ ടു എഴുതാൻ എന്താ വേണ്ടി, എന്താണ് വേണ്ടി, മൾട്ടിപ്ലൈ ചെയ്യാ. ആരെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാ, ആരെക്കൊണ്ടാ മൾട്ടിപ്ലൈ ചെയ്യാ, ഒരു കോൺസ്റ്റന്റിനെ കൊണ്ടല്ല, ഒരു സ്ഥിരസംഖ്യ എന്നറിയാം, ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ മുമ്പ് ചെയ്തിട്ടുണ്ട്. ന്യൂട്ടൺ സെക്കൻഡ് ലോയിൽ മുമ്പൊക്കെ ചെയ്തിട്ടുണ്ട്. പ്രൊപ്പോർഷണാലിറ്റി മാറ്റിയതാ, നടുവിൽ ഈ പ്രൊപ്പോർഷനിൽ മാറി
ഈക്വൽ ടു എഴുതാൻ എന്ത് വേണം? നമ്മൾ ഇവിടെ ഒരു കോൺസ്റ്റന്റിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ നമ്മൾ ഒരു കോൺസ്റ്റന്റിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താ ജി എന്നുള്ള ക്യാപിറ്റൽ ലെറ്റർ ജി എന്നുള്ള ഒരു കോൺസ്റ്റന്റിനെ കൊണ്ട് ഒരു ജി കൊണ്ട് നമ്മൾ RHS മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ എന്തായി? എഫ് ഈക്വൽ ടു GM1M2 ഡിവൈഡഡ് ബൈ ടി സ്ക്വയർ എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ കിട്ടി. എന്താണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എഫ് ഈക്വൽ ടു GM1M2 ഡിവൈഡഡ് ബൈ ടി സ്ക്വയർ. M1 M2 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഒബ്ജക്റ്റിന്റെ മാസും രണ്ടാമത്തെ ഒബ്ജക്റ്റിന്റെ മാസും. ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? അവരുടെ എല്ലാ ഡിസ്റ്റൻസ്, പിന്നെ അതിന്റെ സ്ക്വയർ, ഡി സ്ക്വയർ. അപ്പൊ ജി എന്നുള്ളൊരു കോൺസ്റ്റന്റ്, ആ കോൺസ്റ്റന്റ് ഗ്രാവിറ്റേഷൻ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ അതിനെ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് എന്ന് വിളിക്കുന്നു. അപ്പൊ എന്താണ് നമുക്ക് കിട്ടിയ ഇക്വേഷൻ? എന്താണ്? എഫ് ഈക്വൽ ടു GM1M2 ഡിവൈഡഡ് ബൈ ഡി സ്ക്വയർ. ആ ജി എന്നൊരു കോൺസ്റ്റന്റ് ഒരു വാല്യൂ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ 10 അല്ലെ 11, 12.1, അതായത് അതാണ് കോൺസ്റ്റന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ. 10ന്റെ വാല്യൂ എന്തെങ്കിലും മാറുമോ? എവിടെ പോയാലും 10 അല്ലേ? അല്ലെ 20ന്റെ വാല്യൂ എത്ര? എവിടെ പോയാലും 20 ആണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അതിനെ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. അപ്പൊ ജിക്ക് ഒരു വാല്യൂ ഉണ്ട് 6.67 into 10⁻⁻11. പിന്നെ അതിന്റെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ. അതായത് ജിന്റെ സ്ഥാനത്ത് എന്ത് കൊടുത്താൽ മതി? നമ്മള് ഈ വാല്യൂ കൊടുത്താൽ മതി. ജി ഈക്വൽ ടു 6.67 into 10⁻11 എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, ആ വാല്യൂവിനെ വിളിക്കുന്ന പേരാണ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ജി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അത് റെപ്രസെന്റ് ചെയ്യാറ്. അത് കണ്ടുപിടിച്ച എക്സ്പെരിമെന്റിലേക്ക് കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ് എന്ന് പറഞ്ഞൊരു സയന്റിസ്റ്റ് ആണ്. ഹെൻറി കാവൻഡിഷ്. ഓക്കെ, അപ്പൊ പറഞ്ഞ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യണമെന്നും കൂടി വളരെ വളരെ ഇമ്പോർട്ടൻ്റ്. നിങ്ങളുടെ ചാപ്റ്ററിന്റെ എസെൻസ് ആണ് നിങ്ങൾ പഠിക്കുന്നത്. യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. അപ്പൊ ഇത്രയും കാലം നമ്മൾ പഠിച്ചിരുന്നതിൽ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും ഇപ്പൊ എത്ര വരെ ധാരണ എന്തായിരുന്നു? ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഭൂമിയിലുള്ള സാധനം മാത്രമാണ് അല്ല. അതാണ് നിങ്ങൾ പഠിക്കുന്ന. ഭൂമിയിൽ മാത്രമല്ല, യൂണിവേഴ്സ് ഒന്നായിട്ടുണ്ട്, നമ്മുടെ പ്രപഞ്ചം മൊത്തമായിട്ടുണ്ട്. എങ്ങനെയാണ്? എന്താ ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ? റൈറ്റ് ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ പറഞ്ഞാൽ എന്ത് ചെയ്തു? അത്ര എഴുതിയാൽ മതി. All bodies in the universe attract each other. Okay, all bodies in the universe attract each other. Okay, പോരാത്തതിന് ഇത് ഒന്നാം ഭാഗം മാത്രമാണ്. അതിന്റെ രണ്ടാം ഭാഗം എഴുതണം. ഇത് മൊത്തം ലോ ആണ് കേട്ടോ. ഇത് മൊത്തം നിങ്ങൾ കാണാതെ പഠിച്ചിരിക്കണം. എക്സാമിന് പലതവണ ചോദിച്ചതാ. ഒന്നാം ഭാഗം എല്ലാ രണ്ട് വസ്തുക്കളും പരസ്പരം അട്രാക്ട് ചെയ്യും. ഇപ്പൊ രണ്ടാം ഭാഗം എന്താണ്? ദ ഫോഴ്സ് ഓഫ് മ്യൂച്വൽ അട്രാക്ഷൻ അല്ലെ, ആ എഫ്, ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എഫ് എന്തിനാണ്? ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രൊഡക്റ്റ് ഓഫ് ദെയർ മാസസ്. അതായത് എഫ് പ്രൊപ്പോർഷണൽ ടു m1 into m2 ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. അതായത് എഫ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ, അതായത് പ്രൊപ്പോർഷണൽ ടു 1/d അല്ല, d സ്ക്വയർ ഉണ്ട്, സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ഓക്കെ ആണോ? അപ്പൊ രണ്ടും കൂടി ഒരുമിച്ച് എഴുതി. എഫ് പ്രൊപ്പോർഷണൽ ടു m1 m2 ഡിവൈഡഡ് ബൈ d സ്ക്വയർ എഴുതി. എഴുതുന്നതിന് കുഴപ്പമൊന്നുമില്ല, അല്ല, ഒരുമിച്ച് എഴുതി. പക്ഷെ അവിടെ എന്താണ്? അത് ഇക്വേഷൻ അല്ല, നടുവിൽ ഈക്വൽ ടു അല്ല, എന്താ ഉള്ളത്? പ്രൊപ്പോർഷണൽ ആണ്. ആ പ്രൊപ്പോർഷനിൽ മാറ്റാൻ നമ്മൾ എന്താ ചെയ്യാ? നമ്മള് ഒരു കോൺസ്റ്റന്റിനെ കൊണ്ട്, ഏതെങ്കിലും ഒരു കോൺസ്റ്റന്റ് കൊണ്ടാണ് സാധാരണ മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത കോൺസ്റ്റന്റ് ഏതാണ്? ജി എന്ന് പറയുന്ന 6.67 into 10⁻⁻11 വാല്യൂ ഉള്ള ഒരു വാല്യൂ, ഒരു കോൺസ്റ്റന്റിനെയാണ് നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ ആണോ? അതുകൊണ്ട് തന്നെ നമുക്ക് ഇക്വേഷൻ കിട്ടി. എഫ് ഈക്വൽ ടു GM1M2 ഡിവൈഡഡ് ബൈ d സ്ക്വയർ. എഫ് ഈക്വൽ ടു GM1M2 ഡിവൈഡഡ് ബൈ d സ്ക്വയർ. ഇക്വേഷൻ കാണാതെ പഠിക്കണം. അതായത് ഉദാഹരണത്തിന് ഇതാ ഇയാളെ വാല്യൂ m1ന്റെ വാല്യൂ 5 കിലോഗ്രാം, 5 കിലോഗ്രാം ഉള്ള ഒരു ബോള്, അപ്പുറത്ത് 2 കിലോഗ്രാം ഉള്ള മറ്റൊരു ബോള്. ഓക്കെ, അവരിടയിലുള്ള ദൂരം
2 മീറ്റർ ആണ് വിചാരിക്കുക. ആണല്ലോ, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. എന്താ ഇക്വേഷൻ? എഫ് ഈക്വൽ ടു എന്താ ഇക്വേഷൻ? ജി m1 m2 ഡിവൈഡഡ് ബൈ ഡി സ്ക്വയർ ആണല്ലോ. ഇതാണ് നമ്മളെ ഇക്വേഷൻ. ആ ഇക്വേഷൻ നമ്മൾ ഓരോ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എഫ് ഈക്വൽ ടു ജിന്റെ വാല്യൂ എത്രയാണ്? ജിന് ഞാൻ പറഞ്ഞു എവിടെ പോയാലും ഒരേ വാല്യൂ ആണ് ഉണ്ടാവുക. ജിന്റെ വാല്യൂ എത്രയാണ്? 6.67 into 10⁻⁻11 ജി ആയി. ഇനി ആരാ m1 എത്ര? ഇൻറ്റു m1 എത്ര? 5 ഇൻറ്റു m2 എത്ര? 2 ഡിവൈഡഡ് ബൈ ഡി എത്ര? 2 അതിന്റെ സ്ക്വയർ. അപ്പോ ഇത്രയും ഭാഗം നമ്മൾ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾ സാധാരണ കാൽക്കുലേഷൻ കയ്യിലല്ലേ, കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ട് കിട്ടി. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാൻ എന്തായാലും 9ാം ക്ലാസ്സിലില്ല. ഇത്രയും ചെയ്താൽ ഒരു ഉദാഹരണത്തിന് ഒരു 35 ഞാൻ ഉദാഹരണമാണ് പറഞ്ഞത്, സാർ ചെയ്ത് നോക്കിയില്ല. ഇത്ര കിട്ടി. ഇത് സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് വാല്യൂ ചെയ്യാറിയാലോ. അത്രയും ന്യൂട്ടൺ ആയിരിക്കും എന്ത്? ഫോഴ്സ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അതായത് ഈ 35 ന്യൂട്ടൺ ഫോഴ്സോട് കൂടിയായിരിക്കും m1 m2നെ ഇങ്ങോട്ട് പിടിച്ചു വലിക്കുന്നത്. അല്ലെങ്കിൽ ഈ അതിന്റെ ഓപ്പോസിറ്റ് ആകുമ്പോൾ അതിന്റെ -35 ന്യൂട്ടൺ ഫോഴ്സോട് കൂടിയായിരിക്കും m2 m1നെ അങ്ങോട്ട് വലിക്കുന്നത്. അത്രേ ഉള്ളൂ. സാധനം സിമ്പിൾ ആണല്ലോ. അപ്പൊ കാൽക്കുലേഷനെ പറ്റി നിങ്ങൾ പേടിക്കണം. നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുണ്ടാവില്ല. ഈ ജിന്റെ വാല്യൂസ് വലിയ വാല്യൂ ആണ്, അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയില്ല. അതൊക്കെ വലിയ വലിയ ക്ലാസ്സിൽ കേട്ടോ. അപ്പോ എന്താണ്, ഇത്രയും കാര്യങ്ങൾ പഠിക്കാനുള്ളൂ. ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പം ചോദിക്കുക. ഞാൻ പറഞ്ഞ ഈ ചാപ്റ്ററിന്റെ എസെൻസ് ഇത് വെച്ചിട്ടാണ് അടുത്ത ഈ ചാപ്റ്റർ കണ്ടോ കംപ്ലീറ്റ് സാധനങ്ങൾ പോകുന്നത്. ഇനിയും വലിയ ഇക്വേഷൻസ് ഒക്കെ ഉണ്ടോ ഇവിടെ ഒക്കെ. ഈ ജിയും ഇതൊക്കെ തന്നെയാണ് ഉള്ളതുണ്ടോ. അപ്പോ ഇതിപ്പം പഠിച്ചില്ലെങ്കിൽ നിങ്ങൾ കുറച്ച് ബുദ്ധിമുട്ട്. ഈ ചാപ്റ്റർ ഒന്നും മനസ്സിലാവാൻ പോകില്ല. ഇതിപ്പൊ പറഞ്ഞു മനസ്സിലായില്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിച്ചോളൂ. ധൈര്യമായി ചോദിക്കുക മനസ്സിലായില്ലെങ്കിൽ. സാർ ആളുകൾ മാത്രമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുക, അല്ലെങ്കിൽ ഒബ്ജക്ട്സ് തമ്മിൽ വലിക്കുക? ഒബ്ജക്ട്സ് തമ്മിൽ ഏത് 2 ഒബ്ജക്ട്സ് അതാ പറഞ്ഞേ. ഓൾ ബോഡീസ് വലുപ്പം ചെറുപ്പൊന്നും കുഴപ്പമില്ല. അതായത് ഇവിടെ ഇവിടെ ഞാനൊരു ഉറുമ്പിനെ നിർത്തി, ഈ ബോളിന് പകരം ഞാനൊരു ഉറുമ്പിനെ നിർത്തിയത്. അവിടെ ഉറുമ്പാണ്ടോ? ഉദാഹരണത്തിന് ഒരു ഉറുമ്പ്, ഒരു ആന. ഇത് ആനാണ് വിചാരിക്കട്ടോ. അതാനാണ് കേട്ടോ. മതി. ഈ ഉറുമ്പ് എന്ത് ചെയ്യുന്നുണ്ട്? ആനനെ സ്വന്തമാക്കിയിട്ടുണ്ട്. അതുപോലെ ആന എന്തെങ്കിലും ഉറുമ്പിനെ അങ്ങോട്ട് വലിക്കുന്നുണ്ട്. ഈ നടുവിലത്തെ ദൂരം ഒന്നും കുഴപ്പമില്ല. നടുവില് മതിലുണ്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉണ്ട്, കുഴപ്പമില്ല. അതല്ല പറഞ്ഞ് ഞാൻ അമേരിക്കയിലുള്ള വേറെ ആരെങ്കിലും, ട്രംപ് അവിടെ വൈറ്റ് ഹൗസിൽ ഇരിക്കുന്നുണ്ട്, വൈകുന്നേരം ഞാൻ ട്രംപിനെ സാറിന്റെ അടുത്തേക്ക് വലിക്കുന്നുണ്ട്. ട്രംപ് എന്ത് ചെയ്യുന്നുണ്ട്? സാറെ അങ്ങോട്ട് വലിക്കുന്നുണ്ട്. അതാണ് ലോ. ഓൾ ബോഡീസ് ഇൻ ദ യൂണിവേഴ്സ്. ഇനിയിപ്പോ അമേരിക്ക ആവണമെന്നില്ല. ഞാൻ ഇവിടെ ഇനി മറ്റേതോ ഗ്രഹത്തില് വളരെ വളരെ ദൂരമുള്ള ഏതോ ഒരു പ്ലാനറ്റില് ഒരു ആളുണ്ട് വിചാരിക്കും, ഒരു അന്യഗ്രഹ ജീവി ഉണ്ട് വിചാരിക്കും. എന്താ സംഭവിക്കുന്നത്? ഞാന് ആ അന്യഗ്രഹ ജീവിനെ എന്റെ അടുത്തേക്ക് പിടിച്ചു വലിക്കുന്നുണ്ട്. ദൂരൊന്നും കുഴപ്പമില്ല. അതുപോലെ അയാൾ എന്ത് ചെയ്യുന്നുണ്ട്? എന്നെ അങ്ങോട്ട് വലിക്കുന്നുണ്ട്. അപ്പൊ തോന്നും എന്തുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, അല്ലെങ്കിൽ അയാൾ ഇങ്ങോട്ട് വരുന്നില്ല എന്നല്ല. അത് നമുക്ക് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഡിസ്കസ് ചെയ്യാം. ഇത്രേ ഉള്ളൂ. ഓൾ ബോഡീസ്, അതാണ് ഓൾ ബോഡീസിന് ഇമ്പോർട്ടൻസ്. എന്തായാലും കുഴപ്പമില്ല. എത്ര ചെറുതായാലും വലുതായാലും എവിടെ ആണെങ്കിലും നടുവിൽ മതിലുണ്ടായാലും ഇല്ലെങ്കിലും ഒന്നും കുഴപ്പമില്ല. യൂണിവേഴ്സ്, പ്രപഞ്ചം, എന്തും നമുക്ക് ചുറ്റുള്ള എന്തും പ്രപഞ്ചത്തിന്റെ ഭാഗമാണ്. അവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇതുപോലെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. അവരുടെയുള്ള ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? gm1 m2 by d square. അപ്പോ ഇപ്പൊ ഞാൻ ഒരു ഉറുമ്പും, ഇപ്പൊ നിങ്ങൾ താഴത്തുള്ള ഒരു മണൽത്തരി അല്ലെങ്കിൽ ഒരു ബാക്ടീരിയ അല്ലെ, ബാക്ടീരിയക്ക് ഒരു മാസം ഉണ്ടാവല്ലോ. ഒരു ബാക്ടീരിയയും ഒരു ആനയും അല്ലെ, നിങ്ങളെ റൂമിലുള്ള ഒരു ബാക്ടീരിയയും ആഫ്രിക്കയിലുള്ള ഒരു ആനയും. അപ്പൊ ഇതിന്റെ മാസമാണ് ഉറുമ്പിന്റെ മാസം m1, ആനന്റെ മാസം m2 അല്ലെ. ഇവിടെ ആഫ്രിക്ക ആന ഇരിക്കുന്ന സ്ഥലത്ത് നമ്മുടെ ഡിസ്റ്റൻസ് d. അത് മാത്രം പറഞ്ഞാൽ മതി. ഉറുമ്പിന്റെ മാസ്, ആനന്റെ മാസ്, ഇവരുടെയുള്ള ദൂരം. കാരണം നമുക്ക് എന്ത് ചെയ്യാം? അവരുടെയുള്ള ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അറിയാം. m1ന് സ്ഥാനത്ത് ആരെ കൊടുക്കുക? ഉറുമ്പിന്റെ മാസ് കൊടുക്കുക. m2ന്റെ സ്ഥാനത്ത് ആരെ കൊടുക്കുക? ആനന്റെ മാസ് കൊടുക്കുക. ഡിന്റെ അവിടെ എന്തെന്ന് കൊടുക്കുക? ഇടയുള്ള ദൂരം, അതിന്റെ സ്ക്വയർ. ജിന്റെ വാല്യൂ ഏത് ക്വസ്റ്റ്യൻ ചെയ്താലും
ആരായാലും കുഴപ്പമില്ല, ആനായാലും കുതിരായാലും ഉറുമ്പായാലും ഡൈനോസർ ആയാലും കുഴപ്പമില്ല. ജീന്റെ വാല്യൂ എന്താണ്? ഒരു കോൺസ്റ്റന്റ് ആണ്, മാറൂല. എല്ലാ ഇക്വേഷനിലും എന്താണ്? ജീന്റെ സ്ഥലത്ത് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 6.67 into 10⁻⁻11. അതിന്റെ യൂണിറ്റും പഠിക്കുക, ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ എന്നാണ് യൂണിറ്റും പഠിക്കുക. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് ഏത് രണ്ട് ഒബ്ജക്ട്സ് ഇടയിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ ആണോ? അപ്പൊ ഈ ജീനെ വിളിക്കുന്ന പേരാണ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. ഇക്വേഷൻ പഠിക്കുക, ലോ പഠിക്കുക. ലോ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം, ചോദിക്കാറുണ്ട്. അതാണ് പ്രോബ്ലം ഒന്നും വരില്ല. പ്രോബ്ലം ഒന്നും 9ാം ക്ലാസ് ചെയ്യാണ്ടാവില്ല കേട്ടോ. അതിന്റെ ഇക്വേഷൻ മാത്രം എഴുതിയാൽ മതി. യൂണിവേഴ്സൽ ഓഫ് ഗ്രാവിറ്റേഷൻ, all bodies in the universe attract each other. The force of mutual attraction between two bodies is directly proportional to the product of their mass and inversely proportional to the square of the distance between them. Okay ആണോ? Yes. ശരി. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഇത് വെച്ചിട്ടാണ്, ഇത് പഠിച്ചില്ലെങ്കിൽ നിങ്ങൾ പെട്ടുപോകും. ഓക്കെ ഓക്കെ. അപ്പോ നിങ്ങൾക്ക് ഇതാ ഈ ക്ലാസ് കഴിഞ്ഞ പാടെ തന്നെ നിങ്ങൾക്ക് ICT ക്ലാസ് ഉണ്ട്. അപ്പോ നിങ്ങൾ ഓർക്കില്ലേ, ഗ്രൂപ്പിൽ ലിങ്ക് പോസ്റ്റ് ചെയ്യും. ഇപ്പൊ മൊത്തം 28 പേരുണ്ട്. ഇവരെന്നെ ആ ക്ലാസ്സിലും കാണണം കേട്ടോ. ഈ ക്ലാസ്സിന്റെ എത്ര പാർട്ടിസിപ്പൻസ് എന്നുള്ള സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോ ഇവരെന്തായാലും നിർബന്ധമായിട്ട് അടുത്ത ക്ലാസ്സിലും കാണണം. ഓക്കെ അല്ലേ? ഈ കുട്ടികൾ തന്നെ നിർബന്ധമായി അടുത്ത ക്ലാസ്സിൽ ഉണ്ടാവണേ. ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്. ഈ ക്ലാസ്സിലുള്ളവരെ, ഇല്ലാത്തവരെ പൊക്കും. അതല്ല സാർ, പറഞ്ഞോളൂ. വീഡിയോ കോൾ ചെയ്യാത്തതിന് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ മതി. വീഡിയോ കോള് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടല്ലോ. ഓക്കെ, കുഴപ്പമില്ല. അപ്പോ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പൊ ബാക്കി ഇപ്പൊ തന്നെ നിങ്ങൾ ICT ക്ലാസ് ലിങ്ക് പോസ്റ്റ് ചെയ്യും, അത് നിങ്ങൾ അറ്റൻഡ് ചെയ്യാം കേട്ടോ. ശരി, ഡൗട്ട് ഇല്ലെങ്കിൽ നമുക്ക് ക്ലാസ് എൻഡ് ചെയ്യാം. ഇതിന്റെ വീഡിയോ സാറ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ്സിന്റെ റെക്കോർഡഡ് വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിർബന്ധമായും കണ്ടിരിക്കുക ആ ഭാഗം. അത് കണ്ടാൽ നിങ്ങൾക്ക് അടുത്ത ചാപ്റ്റർ, ഈ ചാപ്റ്ററിന്റെ ബാക്കി കണ്ടിന്യൂഷൻ കണ്ടല്ലോ. ഒക്കെ ഇക്വേഷൻ വെച്ചിട്ടുള്ള കളികളാണ്. ഇതേ ഇക്വേഷന്റെ പല രൂപമാറ്റങ്ങളാണ്. അപ്പൊ ഇത് നിർബന്ധമായി 1, 2, 3 തവണ നിങ്ങൾ കാണാം. അല്ലാതെ ഇവിടെ ഒക്കെ ഒരേ ഇക്വേഷന്റെ രൂപമാറ്റം, ചെറിയ മാറ്റങ്ങളുള്ളൂ. ചാപ്റ്റർ മൊത്തം ഇക്വേഷനിലാണ് പോകുന്നത്. അപ്പോ ഈ പറഞ്ഞ സാധനം മനസ്സിലാവാത്തവരും മനസ്സിലായവരും അടുത്ത ക്ലാസ്സിന് മുമ്പ് കണ്ട് ഉറപ്പുവരുത്തുക. ഓക്കെ ആണോ? നമുക്ക് അടുത്ത ക്ലാസ്. ബൈ ബൈ.